ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഇഡ്ഡലിത്തട്ടിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഓവനോ ബീറ്ററോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്ന കേക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനു മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ആവിയിൽ വേവിക്കുന്നതും അതേപോലെ തന്നെ കുക്കറിലും ചീനച്ചട്ടിയിലും ഒക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരുപാട് കേക്ക് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെ ഈ അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഉണങ്ങിയ ഒരു ബൗൾ തന്നെ വേണം എടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതിലേക്ക് 2 മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ എടുത്ത് വെച്ച മുട്ട കേട്ടോ. 2 മുട്ട ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബീറ്ററോ അതേപോലെ തന്നെ മിക്സർ ജാറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഇതേപോലെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒരു 2-3 മിനിറ്റ് കൈയെടുക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുട്ട ശരിക്കും സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ചെയ്തെടുക്കാവേ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മുട്ടയാണെങ്കിലും നേരത്തെ ചേർത്ത് കൊടുത്തിരുന്ന് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഒരുമിച്ച് ചേർക്കണ്ട, ഇതേപോലെ കുറച്ചായിട്ട് ചേർത്ത് ഒന്നും കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മുട്ട മിക്സ് ചെയ്യുന്നതിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര ഒരു 3/4 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു 2 മുട്ടയും അതേപോലെ തന്നെ നമ്മുടെ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും അതേപോലെ തന്നെ മുട്ടയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പ്. അപ്പം നമ്മുടെ ഈ ഓയിലും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. കണ്ടോ, ശരിക്കും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികം നേരം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും അരിച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിലും ഒരേ ഒരു ഗ്ലാസ് അത്രയും മതിയാവും. ഇതിനകത്തേക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/2 കപ്പ് കൊക്കോ പൗഡർ വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളവൊന്നും മാറിപ്പോവാതെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. 3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ തവണ മാത്രമേ നമ്മുടെ ഈ മിക്സിലേക്ക് അങ്ങ് അരിച്ച് ചേർക്കുന്നുള്ളൂ. കേട്ടോ, നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുത്തിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോഴാണെന്നുണ്ടെങ്കിലും പുറത്തേക്കൊന്നും ചാടിയൊന്നും പോകാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് നല്ല രീതിയിൽ മുട്ടയായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഇത്രയും കട്ടിക്കല്ല കേട്ടോ, കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടോ, നല്ല ചോക്ലേറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാനാണെങ്കിലും നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഈ കട്ടിപ്പൊന്ന് കുറച്ചും കൂടി ലൂസ് ആവാനായിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച പാലൊന്നുമില്ല, സാധാരണ കവർ പാൽ തന്നെയാണ്. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തതേ ഉള്ളൂ. ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ കുറച്ച് ഒഴിച്ച് നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നോക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പാൽ മാത്രമേ ചേർത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിരിക്കും പാൽ ചേർക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്ത് ശരിക്കും സോഫ്റ്റായിട്ടാണ് മുട്ട ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ മാത്രം മതിയാവും. അപ്പോൾ നോക്കിയിട്ട് വേണം പാൽ ചേർക്കാനായിട്ട്, ഒരുമിച്ച് ചേർക്കരുത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സൊക്കെ ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ഇരിക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഒരുപാട് അങ്ങ് ലൂസും അല്ല, നല്ല കട്ടിക്കുമല്ല, അത് കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് അല്ലെങ്കിൽ മോൾഡിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ അടിയിൽ ചെറിയൊരു ബട്ടർ പേപ്പർ വയ്ക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടർ പേപ്പറും കൂടി നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലും കൂടി പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓയിലും ബട്ടർ പേപ്പറും ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ സൈഡിലോ അടിയിലോ ഒന്നും ഒട്ടി പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്.
അതാ നന്നായിട്ട് സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ കേക്ക് ടിന്നൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നേരത്തെ തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയാക്കി നമ്മുടെ മിക്സ് റെഡിയാക്കി ഉടനെ തന്നെ അങ്ങ് ഒഴിച്ച് പെട്ടെന്ന് അങ്ങ് ആവിക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതാ എയർ ബബിൾസ് ഒക്കെ ഉണ്ട്. നല്ല രീതിക്ക് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 തവണയെങ്കിലും ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആവിയിലല്ലേ വെക്കുന്നത്, അപ്പോൾ നിറച്ച് വെള്ളമൊക്കെ ഈ കേക്കിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിലേക്ക് ഇതേപോലെ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ആവിക്ക് വയ്ക്കാം. അപ്പോൾ ആവിക്ക് വെക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ആണെങ്കിലും നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ മിക്സ് അവിടെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളവും തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് അങ്ങ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നും കൂടി അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ കേക്കിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 40-45 മിനിറ്റ് അടുത്ത് വേണ്ടി വരും. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 40-45 മിനിറ്റ് വേണം ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. അപ്പോൾ അതിന് കണക്കാക്കി വേണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കാനായിട്ട്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒന്ന് റെഡിയായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ട് ആ ഫോയിൽ പേപ്പറിൻ്റെ മേളിലേക്ക് നിറയെ വെള്ളം ചാടി കിടക്കുന്നുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ആ കേക്കിലേക്ക് ചാടിയാനേ. അപ്പോൾ ഫോയിൽ പേപ്പർ വയ്ക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മറന്നു പോകരുതേ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് താഴെ ഇറക്കി വയ്ക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 40-45 മിനിറ്റ് അത് മതിയാവും ശരിക്കും ഒന്ന് സെറ്റായി വരാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ, നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും നിറഞ്ഞ് നമ്മുടെ ഫോയിൽ പേപ്പറിൽ തട്ടി തന്നെയാണ് നിന്നത്. ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. റെഡിയായെന്ന് അറിയാനായിട്ട് ഇതേപോലെ സ്റ്റിക്കോ അല്ലാതെ തന്നെ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയായെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കണ്ടോ, കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നോക്കിയാണെങ്കിലും പതുക്കെ ഇതേപോലെ ഒന്ന് വെടിവെച്ചിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ബട്ടർ പേപ്പറും കൂടി നമുക്ക് അങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള കേക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആവിയിൽ വേവിച്ച നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ആവിയിൽ വേവിച്ച നമ്മുടെ കേക്കാണ്. എല്ലാവരും മറക്കാതെ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ശരിക്കും സൈഡൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് പൊങ്ങി നല്ല കളറിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതാ നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ നമുക്ക്. നമ്മളിപ്പോൾ ഈ കേക്കിന് മുമ്പായിട്ട് വേറെ 2-3 കേക്ക് ആവിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇഡ്ഡലി തട്ടി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുത്ത കേക്കും കൂടി കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതിപ്പോൾ ഓവനും ബീറ്ററും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ റെഡിയാക്കുന്ന ചോക്ലേറ്റ് കേക്കിന് അതേ സോഫ്റ്റ്നെസ്സിലും അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ എല്ലാവരും ഇതേപോലെ ആവിയിൽ ഇഡ്ഡലി തട്ടിൽ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്കൊക്കെ കഴിക്കുക. നമുക്ക് ഇതേപോലെയുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.